അപ്പൊ ഈ മൂവി നമുക്ക് ഈ മാസം റിലീസിന് തുടങ്ങിയല്ലോ. പിന്നെ അപ്കമിങ് പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടോ? എന്താണ് നിങ്ങളുടെ എന്റെ പ്രൊജക്ട് ഈ മാസം തന്നെ എന്റെ ഉരുൾ എന്ന് പറഞ്ഞ സിനിമ 29-ാം തീയതി ഇറങ്ങുന്നുണ്ട്? ഞാനിപ്പോ എന്റെ ഉരുൾ 20-ാമത്തെ സിനിമയാണ്. ഇത് ശരിക്കും 2 വർഷം മുമ്പ് ഷൂട്ട് കഴിഞ്ഞ സിനിമയാണ്. പിന്നെ കോയമ്പത്തൂർ കുറച്ച് സീൻ എടുക്കാണ്ട്, അതൊക്കെയാണ് ലേറ്റ് ആയിട്ട് പോയത്. ശരിക്കും 2023-24 സ്റ്റാർട്ടിങ്ങിലൊക്കെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചാണ്. പിന്നെ എന്തോ കാരണങ്ങൾ കൊണ്ട് സമയമായപ്പോഴാണെന്ന് മാത്രം. ഞങ്ങൾ ശരിക്കും ഞാനും ദാസൊക്കെ ഒരു വർഷത്തോളമായി ഇത് റിലീസിന് വേണ്ടി കാത്തിരിക്കും. ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സിനിമയായി, ഞങ്ങൾ ഈ കരിയറിൽ നമുക്ക് ആവശ്യമുള്ള സിനിമയായി. പക്ഷേ ഇതിന്റെ ടോപ്പിക് എപ്പോഴും ഫ്രഷ് ആണ്, ആരും പറയാത്ത ഒരു കഥയാണ്. എൻ്റെ അടുത്തത് പ്രണയാക്ഷരങ്ങൾ എന്ന് പറഞ്ഞിട്ട് രേവതി മാം, സുഹാസിനി മാം, പ്രകാശ് രാജ് സാറൊക്കെയുള്ള പടം. പിന്നെ കാൽപ്പാട് എന്ന് പറഞ്ഞിട്ട് അതൊരു അവാർഡ് മൂവിയാണ്. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. പിന്നെ സമുദ്രക്കനി സാറിൻ്റെ കൂടെ ഒരു വർക്ക്, 2-3 വർക്കുകൾ ഇങ്ങനെ കൺഫേം ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്റേതാണെങ്കിൽ ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് എന്റെ കഥ എഴുതിയ ഘണ്ടശ എന്നൊരു സിനിമ അടുത്ത റിലീസാവുന്നത്. അങ്ങനെ സന്തോഷാർത്ഥം കൂടി ഉണ്ട്. അത് റിലീസാവാനുണ്ട്. അത് കഴിഞ്ഞു. അത് ഫിലിം ക്രിറ്റിക്സ് അവാർഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് 3 കഥാപാത്രമായിട്ട്. ഇപ്പൊ നമുക്ക് ആരും കഥ എഴുതി തരാനൊന്നുമില്ലല്ലോ. നമുക്ക് അഭിനയിക്കണമെങ്കിൽ നമ്മൾ തന്നെ എഴുതിയുണ്ടാക്കും. മറ്റു നടന്മാരെ മാതിരി ഇപ്പൊ ആരും MT ഒന്നും നമുക്ക് കഥ എഴുതില്ല. MT ഒന്നും കാണാനുള്ള യോഗം പോലും നമുക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് നന്നായിട്ട് അഭിനയിക്കണമെങ്കിൽ നമ്മൾ എഴുതും. അതൊക്കെ നമ്മൾ കണ്ടെത്തും. ആദ്യം നല്ലൊരു കഥയാണ് അഭിനയിക്കാൻ വേണ്ടത്. നല്ലൊരു കഥയാണ്. നമുക്ക് ആട് ജീവിതത്തില് ബെന്യാമോ അതൊന്നും അവരൊന്നും നമുക്ക് കഥ എഴുതില്ല. അപ്പൊ നമുക്ക് അഭിനയിക്കണം എന്ത് ചെയ്യണം? നമ്മൾ അപ്പൊ ഞാൻ തന്നെ ഇരുന്ന് കഥയും തിരക്കഥ ഒരു സിനിമ ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയില്ല, അപ്പുറത്തേക്ക് കിട്ടിയില്ല. ഇപ്പൊ നാഷണൽ അവാർഡ് വരെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതും നമ്മള് സ്റ്റേറ്റ് അവാർഡിനൊക്കെ പോയതാണ്. ആരും കണ്ടില്ല എന്ന് മാത്രം. അത് ചിലപ്പോ ഇത്തരം ആളുകളിൽ മറ്റേ പൊതുവങ്ങളുടെ സിനിമ ശ്രദ്ധിക്കപ്പെടാത്തതുകൊണ്ടായിരിക്കും. ഇതിലൊക്കെ ലതയുടെ അഭിനയത്തിൽ ഒരു അവാർഡൊക്കെ ഞാൻ പ്രതീക്ഷിക്കേണ്ട അഭിനയം ഉണ്ടായിരുന്നു. അതിന് ഭാവിയിൽ കിട്ടുമായിരിക്കും. പിന്നെ ഒരുപാട് റോൾസ് ചെയ്യാനുള്ളതാണല്ലേ. പ്രായം കുറവാണ്, കുഴപ്പമില്ല, കാലമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ഞാനിപ്പോ കോൺസ്റ്റബിൾ മഞ്ജു എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു 2 വർഷമായിട്ട് ഞാനിങ്ങനെ മീശ അതിലൊരു അരവിന്ദാക്ഷൻ സാർ എന്ന് പറഞ്ഞ SI ആണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്തിറങ്ങിയത് ഒരു പഴഞ്ചൻ പ്രണയം എന്ന് പറഞ്ഞ സിനിമ, പിന്നെ ഒരു ഓശാന ഇറങ്ങി. ഓശാനയില് ഞങ്ങള് കന്യാസ്ത്രീ ആയിരുന്നു. കണ്ട ഈ സിനിമയിൽ കുറച്ച് സീരിയസ് ആണ്. തമാശ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ സിനിമ തമാശയില്ല, സീരിയസ് വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഏറ്റവും നന്നായിട്ട് സീരിയസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഏറ്റവും നല്ല കൊമേഡിയന്മാർ. അവർക്കാണ് ജനത്തിനെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കാൻ പറയുന്ന മാതിരി തന്നെ കരയിപ്പിക്കാനും ഏറ്റവും നന്നായിട്ട് പറ്റുന്നത് കൊമേഡിയന്മാർക്കാണ്. അടൂർവാസിക്ക് എത്ര തമാശ കാണിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്രൂരമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒടുവിലാൻ, അങ്ങനെ ഒരുപാട് പേര്. ഈവൻ മാളാരവിന്ദൻ ഒക്കെ കോമഡി എങ്കിലും സീരിയസ് ആയിട്ട് അഭിനയിച്ചപ്പോ അത് നമുക്ക് നമ്മളെ പരീക്ഷിക്കാൻ ആളുകൾ വരുന്നില്ല. അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. പഴയ വില്ലന്മാരിൽ ഇപ്പൊ കോമഡി വില്ലന്മാരും കോമഡി ചെയ്യാൻ പറ്റും. എല്ലാ വില്ലന്മാരും ജനാർദ്ദൻ അടക്കം പഴയ വില്ലനാണ്. പിന്നെ കോമഡിയിലേക്ക് കുജനീഫൊക്കെ പഴയ വില്ലത്തരം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മള് കോമഡിയിലൊക്കെ വഴങ്ങും. പക്ഷെ നമ്മളെ ആ ഇതിൽ ചാപ്പ കുത്താതെ നമുക്കൊരു വ്യത്യസ്തമായ വേഷം തന്നാൽ നമ്മൾ ചെയ്യും. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു വേഷവും കിട്ടി.